ഹലോ വാട്ട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് എടുക്കാം. കാരണം ഇത് കുറച്ച് വെൽഡ് ചെയ്തും അങ്ങനെയൊക്കെ കുറച്ച് ഇതായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് നീറ്റ്നെസ് ആക്കി എടുക്കണം ഇതിനെ. എന്നാലേ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്താലും കാണാൻ ഒരു ഭംഗി കാണത്തുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഷോപ്പിൽ കൊടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഈ ത്രെഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോയില്ലെങ്കിൽ പെട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ ഇവിടുത്തെ ത്രെഡെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് MC യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വിടവൊക്കെ, അതായത് ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട്, അപ്പോൾ ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് MC എടുക്കാം. ഓക്കെ, നമുക്ക് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ MC ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ വിടവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് ഫസ്റ്റ് വിടവ് കണ്ടത്, അവിടെ സെക്കൻഡ്. വിടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽഡ് ചെയ്തിട്ട് വരുന്ന വിടവാണ്, അല്ലാതെ ഇതിലുള്ള വിടവല്ല. കാണുന്ന ഭാഗങ്ങളിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വേറെ സ്ഥലങ്ങളിൽ വലുതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ടിപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ, അതായത് ഇവിടെ പിന്നെ ഈ ജോയിൻറ്റിൽ ഇതിൽ MC ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MC ഇട്ട ഭാഗം ജസ്റ്റ് ആയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. അത് ജസ്റ്റ് വാട്ടർ പേപ്പർ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം തേച്ചാൽ മതി. ഗൈസ്, നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് പ്രൈമർ കോട്ട് ഇടും. കാരണം ഇതൊരു സ്റ്റീൽ പോർഷനാണ്, കണ്ടിട്ട് സ്റ്റീലായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇതിൽ പ്രൈമർ കോട്ട് ഉണ്ടെങ്കിൽ ഒരു ഇതെങ്കിലും പെയിൻറ്റ് പിടിച്ച് നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൈമർ അടിക്കണം. അതിനുവേണ്ടി ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നൊരു പഴയ പ്രൈമർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് അടിക്കണം. ഇത്രയും മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കിത് അടച്ചു ചെയ്യാം, എന്തെങ്കിലും ആവശ്യം വന്നാൽ. ഇപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്താണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നേരെ പണി തുടങ്ങിയാലോ. നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രൈമറിൽ കുളിച്ചിരിക്കുകയാണ് കുട്ടപ്പൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. സ്പ്രേ പെയിൻറ്റേ ഉള്ളൂ. സ്പ്രേ പെയിൻറ്റ് ചെയ്യണേ നല്ലത്, അപ്പോൾ ഫിനിഷിങ് കിട്ടും. ബ്രഷ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നേരത്തത് നമുക്ക് കംപ്രസറിൽ വെച്ച് അടിക്കായിരുന്നു, പക്ഷേ കംപ്രസർ ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് ഇട്ട് അടിച്ചത്. എന്നാലും എല്ലായിടത്തും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്പ്രേ ചെയ്യാം. 5mm സ്പ്രേ ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കോസ്മോസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് അപ്ഗ്രേഡാണ്, ഒരു 5mm ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.
ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി വച്ച് നോക്കുമ്പോൾ ഇനി കാണാത്ത ഭാഗങ്ങൾ ഏതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഞാൻ പിക്ചറിൽ കാണിച്ച ആ ഇതുപോലെ ആയില്ലേ? അതേപോലെ തന്നെ ഉണ്ട് ഇല്ല. ഓക്കെ. പക്ഷേ സംഭവം ഇതിൽ NS വെക്കാൻ നേരത്ത് നമുക്കത് കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ചെയ്തപ്പം ഹൈറ്റ് കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുമ്മ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് വേണം. മറ്റത് നല്ല വലിപ്പമാണ്, പക്ഷേ അത്രയും ഹൈറ്റ് എനിക്ക് വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഹൈറ്റ് കുറച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണേ കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ കാരിയർ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വച്ച് ഇനി ടച്ച് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യണേ കാണാം. ഇങ്ങനെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ബോൾട്ടുകൾ എടുക്കാറുണ്ട്. ഓക്കെ, ബോൾട്ട് നട്ട് എല്ലാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഇവിടെ ഇവിടെ കാരണം ഈ ബാക്ക് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരിയർ കൊണ്ടുവന്ന് ഇങ്ങനെ താഴും. അതിനെക്കാട്ടിയും പൊങ്ങിയിരിക്കുന്നതല്ല നല്ലത്. അപ്പോൾ സേഫ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെട്ട് ഇവിടെ വയ്ക്കുന്നത്. ഓക്കെ, ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, സൈഡിൽ അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈസറായി, ബാക്ക് കാരിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സാഡിൽ സ്റ്റേയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പക്ക ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇത് ഹാൻഡിലാണ്, ബാക്കിലെത്തത് നമ്മളെ സാരി ഗാർഡിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു കാരിയർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഹഗ്ഗർ ഇപ്പം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം ഇത് ഇളക്കിയപ്പം കുറച്ചും കൂടെ മാരക ലുക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, സെറ്റല്ലേ സാധനം? അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെ ഒപ്പീനിയൻ നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കത് അനുസരിച്ച് എന്താണെന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? സെറ്റല്ലേ സാധനം? ഞാൻ പ്രതീക്ഷയെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത വ്യത്യസ്തമായ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.